അതിരടി സിനിമ കണ്ടിരിക്കുകയാണ്. പടം എനിക്കൊരു കിടിലൻ തിയേറ്റർ വാച്ചായിരുന്നു. ഒരു വൈബ് പടം. നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോയിരുന്ന് വൈബായിട്ട് അർമാദിക്കാൻ പറ്റിയ ഒരു സിനിമ പോലെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ ഒരു സ്റ്റോറിയാണ്. അത് ഇവരൊരു 2.5 മണിക്കൂർ ഭയങ്കര എൻജോയബിൾ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ കോളേജ് കാലഘട്ടങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പ്. ഫസ്റ്റ് ഹാഫ് അല്ല, സിനിമ മൊത്തം നമ്മുടെ ഒരു കോളേജ് കാലഘട്ടങ്ങളൊക്കെ ഓർമ്മ വരും. പിന്നെ ഇതിൽ മെയിനായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്. നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടറും ടോവിനോയുടെ ക്യാരക്ടറും ഒക്കെ ആയിട്ടുള്ള ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്. ഈ ഈഗോ ക്ലാഷ് എന്ന് പറയുമ്പോൾ ഇവരതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ രീതിയുണ്ട്. ഇന്റർവെല്ലിന് മുമ്പായിട്ടാണ് ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ ഭയങ്കര രസമാണ്. എനിക്ക് എടുത്ത് പറയുന്നത് ഇതിൽ ടോവിനോക്ക് കൊടുത്തേക്കുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ്, ഒരു വലിയ ഗുണ്ട എന്നൊരു ക്യാരക്ടറാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഫണ്ണാണ്. അപ്പോൾ ഒരു ഗുണ്ട ഫണ്ണായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുമ്പോൾ ചില സമയത്ത് നമുക്കത് ഒരു ശോകമായിട്ട് ഇതൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ആ ഒരു ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു ഫണ്ണും കളയാത്ത രീതിയിലാണ് ആ ടോവിനോയുടെ ക്യാരക്ടർ ഇതിൽ മൊത്തത്തിൽ പോർട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നി. ബേസിൽ ജോസഫിൻ്റെ ആണെങ്കിലും ടോവിനോയുടെ ആണെങ്കിലും പെർഫോമൻസ് ഭയങ്കര രസമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ മൊത്തത്തിൽ. അതുപോലത്തെ ഒരു ഈഗോ ക്ലാഷ് പടങ്ങളിൽ മെയിനായിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ മൂവി എനിക്ക് കിട്ടണേ. ആ സംഭവം ഇതിൽ നമുക്ക് കിട്ടും. അത് മാത്രമല്ല ലാസ്റ്റ് വരുമ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ കാരണം നമുക്കൊരു ഫീൽ ഗുഡ് വൈബിലേക്ക് ഈ സിനിമ ഉണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു സാറ്റിസ്ഫൈഡായി ഒരു മനസ്സ് നിറഞ്ഞ് കണ്ടിറങ്ങിയ ഒരു സിനിമ എന്ന് തന്നെ പറയാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും ഈ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.